100 വർഷം പ്രവർത്തിച്ച RSS ഈ രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ നടത്തിയ കോൺട്രിബ്യൂഷൻ എന്താണ്? ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആക്കിയത് RSS ആണോ? ഇന്ത്യ എന്ന കോൺസെപ്റ്റ് ഉണ്ടാക്കിയത് RSS ആണോ? ഭരണഘടന ഉണ്ടാക്കിയത് RSS ആണോ? ഇന്ത്യ ഒരു സൈനിക ശക്തി ആക്കിയത് RSS ആണോ? സാമ്പത്തിക ശക്തി ഉണ്ടാക്കിയത് RSS ആണോ? കാർഷിക വിപ്ലവം കൊണ്ടുവന്ന RSS ആണോ? അണക്കെട്ടുകൾ ഉണ്ടാക്കിയത് RSS ആണോ? എന്താണ് RSS ഇന്ത്യയെ ഉണ്ടാക്കുന്നതിൽ വഹിച്ച പങ്കെന്താണ്? അതെ, താങ്കളുടെ അളവുകോൽ അനുസരിച്ച് RSS ഒന്നുമല്ല. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇന്ന് ഭരണഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നതും സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇന്ന് ഈ രാജ്യത്തെ ഭരിച്ച് ലോകത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു വിഷനോടുകൂടി പ്രവർത്തിക്കുന്നത് RSS കാര്യകർത്താക്കളായി പണ്ട് വളർന്നു വന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ താങ്കളുടെ അളവുകോലാണ് തെറ്റ് എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങളാണ് പറയുന്നത്. താങ്കളുടേതായ ആ ഒരു ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ മനുസ്മൃതിയുടെ ആശയങ്ങൾ അതിൽ ചേർക്കപ്പെട്ടിട്ടില്ല എന്ന് പരിഭവം പറഞ്ഞ RSS ആശയത്തെ കുറിച്ചാണോ? ത്രിവർണ്ണ പതാക ഉയർത്താൻ 1947 പറഞ്ഞപ്പോ ഇത് ഞങ്ങളുടെ കൊടിയല്ല എന്ന് പറഞ്ഞ RSS ആണോ? ഏത് RSS ആണ് ഭരണഘടനാ മൂല്യങ്ങളെ? ഭരണഘടനാ മൂല്യം എന്ന് പറഞ്ഞാൽ സർവരെയും സമപ്പെടുത്തുന്നതാണ് ഭരണഘടനാ മൂല്യം. അതിന്റെ കൂടെയാണോ RSS? അതെ, ഇപ്പൊ താങ്കൾ ചെറിയിപ്പിക്കുന്ന ചില RSSന്റെ നിലപാടുകൾ അതൊക്കെ എന്നോ തിരുത്തപ്പെട്ട നിലപാടുകളാണ്. അത് വീണ്ടും ചെറിയിപ്പിക്കുക ഇവിടെ പറയുന്നത് അതിനോട് നമ്മൾ ഇന്നും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ആ ഒരു വാശിയുടെ പേരിലാണ്. അങ്ങനെയുള്ള ഒരു യാതൊരുവിധ പ്രത്യയശാസ്ത്ര കെട്ടുപാടുകളും RSSനില്ല. നേഷൻ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാവരോടും ഒപ്പം എല്ലാവർക്കും വേണ്ടി എന്നുള്ള ആ ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന RSSനെ ജനങ്ങൾ സ്വീകരിക്കുന്നു. അവിടെയാണ് ജനങ്ങളാണെന്ന് തീരുമാനിക്കുന്നത്. കോൺട്രിബ്യൂഷനെ കുറിച്ച് മോദി പ്രസംഗിക്കുന്നു, അത് താങ്കൾ അതിനെ എൻഡോസ് ചെയ്യുന്നു. എൻ്റെ ചോദ്യം, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, അപ്പോൾ പിന്നെ 100 വർഷത്തെ പാരമ്പര്യം എങ്ങനെ പറയും? രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടില്ല, അപ്പോൾ പിന്നെ 100 വർഷത്തെ പാരമ്പര്യം എങ്ങനെ പറയും? ഭരണഘടനാ നിർമ്മാണത്തിലില്ല. രാജ്യത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നേട്ടങ്ങളുടെയും അപ്പുറത്തുനിന്നൊരു സംഘടന 100 വർഷത്തെ കണ്ടിന്യൂസ് പ്രോസസ്സിൻ്റെ ഒരു അവകാശവാദം എങ്ങനെ ഏറ്റെടുക്കും? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഒരു ഘട്ടത്തിലും രാജ്യത്തെ മുഖ്യധാരയുടെ ഭാഗമല്ല അവർ. NGO ആണെന്ന് പറയുന്നു നരേന്ദ്രമോദി. NGO എന്നൊക്കെ പറഞ്ഞാൽ അതിന് ചട്ടവും വ്യവസ്ഥയൊക്കെ ഉണ്ട്. RSSന് ഭരണഘടന ഉണ്ടോ എന്ന് നമ്മളാരും കണ്ടിട്ടില്ല. ഉണ്ടെന്ന് പറയുന്നു. കാരണം അന്ന് നിരോധനം നീക്കാൻ ഭരണഘടന ഉണ്ടാക്കിയേ പറ്റൂ എന്ന് എന്താ പറയുക സർക്കാർ ആവശ്യപ്പെട്ടു, അതുകൊണ്ട് ഉണ്ടാക്കേണ്ടി വന്നു. അത് പുറത്താരും കണ്ടിട്ടില്ല. മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മെമ്പർഷിപ്പും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് NGO ആണെന്ന് പറയാണ്. അതിപ്പോൾ ഓക്കെ, NGO എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാഥുറാം ഗോഡ്സെ ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ചുരുക്കപ്പേര് ഇറ്റ്സ് ഓക്കെ. പക്ഷെ മറ്റേ NGO ആണെങ്കിലുണ്ടല്ലോ അതിന് വ്യവസ്ഥയും ചട്ടമൊക്കെ ഉണ്ട്. അത് RSSനുണ്ടോ? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഗവൺമെന്റ് അല്ലാത്ത ഓർഗനൈസേഷൻ എന്നേ ഉള്ളൂ. താങ്കൾ ഇപ്പൊ പല രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതൊന്നും യേശുവാൻ പോകുന്നില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ RSS വളരെ വ്യക്തമായി പറഞ്ഞത് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതോടൊപ്പം ആ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ രാജ്യം ശക്തമാകണം, വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്നുള്ള ആശയം മുന്നോട്ട് വച്ചത് കൊണ്ടാണ് ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ പണ്ടത്തെ സുപ്രീം കോടതി ജഡ്ജി KT തോമസ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത് ഇന്ത്യ ഇന്ന് ഒരു ഒറ്റ രാജ്യമായി ശക്തമായി നിൽക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ 3 കാരണങ്ങൾ, ഒന്ന് ഇന്ത്യ ഒരു ജനാധിപത്യ ശക്തിയാണെന്നുള്ളതാണ്, പിന്നുള്ളത് നമ്മുടെ ഭരണഘടനയാണ്, മൂന്നാമത് നമ്മുടെ ആംഡ് ഫോഴ്സസ് ആണ്, നാലാമതൊരു ശക്തി ഉണ്ടെങ്കിൽ അത് RSS ആണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ എടുത്തു പറഞ്ഞതാണ്.